ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു അവർണിക അജാസും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർണികയുടെ വീട്ടിലെത്തുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർണികയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്നിങ്ങനെ പറയുമായിരിക്കും കേട്ടോ അജാസിൻ്റെ അടുത്ത്. ഈ സമയം ഗീതു പറയും അങ്ങനെ അങ്ങോട്ടേക്ക് വിടാനായിട്ട് ഞാനും അതുപോലെ തന്നെ കണ്ണേട്ടനും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗീതു കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഗീതു പറയുന്നുണ്ട്, ഇനി ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസിന് എന്തെങ്കിലുമൊക്കെ സംശയമാവും, അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ കിഷോറിൻ്റെ, അതെന്തായാലും ഒന്ന് എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ടൊക്കെ നമുക്ക് ആ കാര്യമൊക്കെ തീരുമാനിക്കാം. ഇയാൾ എന്തായാലും റെഡിയാവ്, ഓഫീസിലേക്ക് വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗീതു ആണെങ്കിലും നമ്മുടെ അവർണികയെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അജാസ് പറയുന്നുണ്ട് എന്നാൽ രണ്ടുപേരും വരൂ, ഞാൻ കൊണ്ടുവിടാം ഓഫീസിലേക്ക് എന്നിങ്ങനെ പറയാണ്. അപ്പം നമ്മുടെ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട് വേണ്ട ഇക്ക, ഞങ്ങൾ രണ്ടുപേരും കാറിൽ പൊക്കോളാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പറയാണ് അവർണിക തന്നെ ഡ്രൈവ് ചെയ്തോട്ടെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അജാസ് പറയുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്താൽ ശരിയാവോ, മൈൻഡ് ഓക്കെ അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗീതു പറയും ഇല്ല അതൊന്നും കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെയാണ് ഇയാൾ എന്നെ ഡ്രൈവ് ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവർണിക വേഗം റെഡിയാവാനായിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയം അജാസും ഗീതുവും സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അജാസ് പ്രത്യേകം പറയാണ് ഒരു കാരണവശാലും ഇനി അവർണികയെ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഒന്നും ഓർമ്മിപ്പിക്കുക ഒന്നും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അത് മാത്രമല്ല കിഷോറിൻ്റെ ആ ഒരു കൊലയാളിയെ വേറെ ആരോ എന്നുള്ള രീതിക്ക് വരുത്തി തീർക്കാനായിട്ടുള്ള ഓരോരോ സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അജാസ് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗീതു ആണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എന്തുകൊണ്ടാണ് കിഷോറിനെ കൊന്നത് ആയിട്ട് ബന്ധപ്പെട്ടത് വേറെ ആളാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ഇങ്ങനെ ഇക്ക പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എൻ്റെ തോന്നലാണോ എന്നറിയില്ല, ചിലപ്പോൾ തോന്നലായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഗീതു ആലോചിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് ഗോവിന്ദൻ്റെ ഓഫീസായിരിക്കും. ആ ഓഫീസിൽ വെച്ചിട്ട് ഗോവിന്ദ് പോലീസുമായിട്ടുള്ള ഫോൺ സംസാരമായിരിക്കും കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പോലീസാണെങ്കിലും പറയുന്നുണ്ട് കിഷോറിനെ കൊന്ന ഗണ്ണും സംഭവങ്ങളൊക്കെ ഉള്ള രക്തം പുരണ്ട ഡ്രസ്സും ഒക്കെ ഗോവയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനാകെ കൺഫ്യൂഷൻ ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലീസാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫോൺ കണ്ടുവെന്ന് ഉറപ്പാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഭദ്രൻ്റെ. അപ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾ ഫോൺ കണ്ടുവെന്ന് ഉറപ്പാണ്, അതുമല്ല അവിടെ ആരൊക്കെയോ വന്നതായിട്ടും തോന്നുന്നുണ്ട്, ഒരുപാട് പേര് അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പോലീസാണെങ്കിലും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ് അവിടെ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ ആകെ ഉത്തരം മുട്ടാണ്, എന്താ പറയേണ്ടതെന്ന് അറിയില്ലല്ലോ. ശേഷം പോലീസാണെങ്കിലും പറയുന്നുണ്ട് ചിലപ്പോൾ ഭദ്രനായിരിക്കോ കിഷോറിനെ കൊന്നത് എന്നൊരു സംശയമില്ലാതില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് എന്തായാലും അന്വേഷിക്കുക എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ ആകെ ആലോചനയിലാണ് എന്തായിരിക്കും ഇനിയിപ്പോൾ ഭദ്രനാണെങ്കിൽ തന്നെ ഭദ്രൻ എവിടെ പോയി, ഇനിയിപ്പോൾ ആ ഭദ്രൻ്റെ ആ കത്ത് ശരിക്കും ഭദ്രൻ എഴുതിയത് തന്നെ ആയിരിക്കുമോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സമയമായിരിക്കും അജാസ് കയറി വരുന്നത്. അജാസ് വന്ന ശേഷം ഗോവിന്ദ് ഇങ്ങനെ പറയാണ് കേട്ടോ പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഗോവയിൽ നിന്ന് ഇങ്ങനെ തോക്കൊക്കെ കിട്ടി എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അജാസ് ആണെങ്കിലും പറയുന്നുണ്ട് ഗോവയിലുള്ള അവൻ്റെ ഏതെങ്കിലും ഫ്രണ്ട് തന്നെ ആയിരിക്കും ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അജാസ് അങ്ങനെ ഗോവിന്ദുമായിട്ട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ സമയം ഗോവിന്ദാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്തൊക്കെയോ രഹസ്യങ്ങൾ അജാസ് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എന്ന് തീർച്ചയാണ്, അത് ഞാൻ എന്തായാലും പുറത്ത് കൊണ്ടുവരും എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഗോവിന്ദാണെങ്കിലും പറയുകയാണ് കേട്ടോ. അപ്പോൾ അജാസ് ആണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച അവർണികയും ഗീതും ഇങ്ങനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അവർണികയുടെ ആ ചിരി കാണുമ്പോൾ അജാസിന് അതിയായ സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കൊലയാളി അവർണിക അല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കള്ളത്തരം എല്ലാവരുടെ പറഞ്ഞു ഒളിപ്പിച്ച് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ കുറേ നേരം അവർണികയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്, കാരണം അജാസിന് അത്ര ഇഷ്ടമാണല്ലോ അവർണികയെ. എന്നിട്ട് പിന്നെ ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ മനസ്സിൽ. അന്ന് കിഷോറിൻ്റെ ബോഡി മാറ്റാനായിട്ട് പോയപ്പോൾ കിഷോർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കിഷോറാണെങ്കിലും പറയുന്നുണ്ട് അവൾ ചത്തോ, അവളുടെ കുഞ്ഞ് ചത്തോ, അവളും ചത്തോ, എന്നാൽ പിന്നെ എനിക്ക് എല്ലാ സ്വത്തും കൈക്കലാക്കണം എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അജാസ് ആണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും ഇവൻ ഒരു മാറ്റമില്ല, ഇവൻ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, അവർണികയാണ് കൊന്നത് എന്നുള്ള കുറ്റം മാറ്റാനായിട്ട് ഞാൻ തന്നെ അതിന് നിൽക്കുക എന്നുള്ള രീതിക്ക് പറഞ്ഞ് അജാസ് ഗണ്ണെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും നാൾ ഗീതുവിൻ്റെ അടുത്തും ഗോവിന്ദൻ്റെ അടുത്തും അവർണികയുടെ അടുത്തൊക്കെ കള്ളം പറഞ്ഞതായിരുന്നു നമ്മുടെ അജാസ് ആയിരിക്കും നമ്മുടെ കിഷോറിനെ കൊല്ലുന്നത് കേട്ടോ.
അങ്ങനെ കിഷോറിനെ കൊന്നത് ആരാന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ്. അജാസ് ആയിരിക്കും കൊല്ലുന്നത്. പക്ഷെ ഗണ്ണെടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി ആ സമയത്ത് വല്ല ട്വിസ്റ്റ് ഉണ്ടാവുമോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം. കാരണം അത്രയ്ക്ക് ട്വിസ്റ്റുകളും കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗീതാഗോവിന്ദം അല്ലേ. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ അറിയാൻ എത്രയും പെട്ടെന്ന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.